ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ എപ്പോഴും. സോ ഈ വീഡിയോ ചെയ്യുന്നത് ആ ആക്ട്രസിനെ കളിയാക്കാൻ വേണ്ടിയിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. പക്ഷെ വിവരമില്ലായ്മ ഒരു തെറ്റല്ല. പക്ഷെ നമുക്ക് വിവരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, പബ്ലിക്കിന് ഫോൾസ് നോളജ് കൊടുക്കാതിരിക്കുക, പിന്നെ അത് ഒരു ജോക്കാക്കി മാറ്റാതിരിക്കുക. സോ അത്രയും നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. സോ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയും. അപ്പോൾ ഡിപ്രഷൻ എന്താണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഡിപ്രഷൻ എന്ന് പറയുമ്പം, ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ലോ മൂഡ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ലോ എനർജി സ്റ്റേറ്റ് ആണ്. എന്ന് പറയുമ്പോൾ ഡിപ്രസീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ ഭയങ്കര ലോ എനർജി ആയിരിക്കും. അവർക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ. പണ്ട് അവർക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടി ചെയ്തിരുന്ന പല കാര്യങ്ങളിൽ നിന്ന് അവർക്കൊരു വിട്ട് നിൽക്കൽ, അവർക്കതൊന്നും ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അത് ചിലപ്പം പല പല കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ പണ്ട് നന്നായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന ആളായിരിക്കാം, പക്ഷെ ഇപ്പോൾ അയാൾ അതിൽ നിന്ന് ഒതുങ്ങിപ്പോയി ഒറ്റയ്ക്ക്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്തിരുന്ന ആളായിരിക്കാം, അയാൾക്ക് അതിനോടൊന്നും കഴിയുന്നില്ല. അല്ലെങ്കിൽ ഭാര്യയോട് നല്ല സ്നേഹമുള്ള ആളായിരിക്കാം, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല. മനസ്സിലായോ? അങ്ങനെ പല രീതിയിലും ഡിപ്രഷൻ കാണിക്കാം. പിന്നെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഉറക്കം, രാത്രി ഉറങ്ങാൻ പറ്റാതിരിക്കുക, രാത്രി എഴുന്നേൽക്കുക ഞെട്ടി, ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുക, ഭയങ്കര പേടി, ആൻസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര പാനിക് അറ്റാക്സ് ഒക്കെ വരാം. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുക, ബ്രെത്ത്ലെസ്നെസ് തോന്നുക, ശ്വാസം എടുക്കാൻ പറ്റാണ്ട് പോലെ തോന്നുക, കൈയും കാലും ഒക്കെ വിറയ്ക്കുക, നന്നായിട്ട് വേർക്കുക. സോ ഇങ്ങനെയൊക്കെയാണ് ഡിപ്രഷൻ ഉള്ള പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുക. സോ നമ്മളിത് ചുമ്മാ ഒരു പേഷ്യൻ്റ് ഡിപ്രഷൻ ആണെന്ന് പറയല്ല. സോ അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. സോ അത് നമ്മൾ നോക്കിയിട്ടാണ് പേഷ്യൻ്റ് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക. കുറേ ആൾക്കാർക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. എല്ലാവരും വിചാരിക്കുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ സെയിം ആസ് മാനിയ അല്ലെങ്കിൽ സൈക്കോസിസ് എന്നാണ്. ഈ മാനിയ സൈക്കോസിസ് ഒക്കെയാണ് നമ്മൾ പറയുക പേഷ്യൻ്റ് ഭയങ്കര റിയാലിറ്റിയിൽ നിന്നുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് വേറൊരു ലോകത്തുള്ള രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. ആൻഡ് ഇത് രണ്ടും എക്സ്ട്രീം വേറെ വേറെ സാധനങ്ങളാണ്. ഇപ്പം നമുക്കൊരു പനി വന്ന് എന്താ ചെയ്യുക, ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങിക്കും, മരുന്ന് കംപ്ലീറ്റ് ചെയ്യുക കോഴ്സ്, സോ നമ്മുടെ അസുഖം മാറും. ഇത് സെയിം ലൈക്ക് ദാറ്റ് ഡിപ്രഷനും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം എടുക്കും. അപ്പോൾ ഡിപ്രഷനിൽ നിന്ന് സംഭവിക്കുന്ന പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഹോർമോൺസ് ഇല്ലേ, അതിൻ്റെ ലെവലെല്ലാം കുറയും, നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസിൻ്റെ ലെവലെല്ലാം കൂടും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റേതായ സിംറ്റംസ് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ലോകത്ത് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആൻഡ് ചിലവൊന്നും അറിയാതെ പോവുക. ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കൊക്കെ ഡിപ്രഷൻ ഉണ്ടെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ രാവിലെയും കൂടെ നമ്മളോട് സംസാരിച്ച ആളായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അറിയുന്നത് ആൾ സൂയിസൈഡ് ചെയ്തു. സോ എല്ലാം ചിരിച്ച് കളിച്ചിരിക്കുന്ന ആൾക്കാരും ഹാപ്പിയല്ല. സോ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒരു ഡൗട്ട്, എന്തെങ്കിലും വയ്യ അല്ലെങ്കിൽ മൂഡ് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അവരൊന്ന് കൺസിഡർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഇഫ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, നമുക്ക് നമ്മുടെ പാരൻസിനോട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കാം. ഇപ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് എല്ലാം മെൻ്റൽ ഹെൽത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. സോ അങ്ങനെ ചെയ്യാം. ആൻഡ് സൂയിസൈഡ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. ഒന്നിനും ഒരു എസ്കേപ്പ് അല്ല സൂയിസൈഡ് എന്ന് പറയുന്നത്. നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണം. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.